ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെ. വണ്ടി ഓട്ടോ ഓടിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആർക്കും എന്തെങ്കിലും പറ്റി ഇയാൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. അങ്ങനെ ഫസ്മിന സാക്കിർ വീണ്ടും പെട്ടിരിക്കുകയാണ് ഗായ്സ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഫസ്മിനക്കും ഫസ്മിനയുടെ കൂടെ ഉള്ളവർക്കും ഒക്കെ നല്ല രാശിയാണ്. ഫസ്മിന ആണെങ്കിൽ ഇടയ്ക്കിടെ കയ്യിലിരിപ്പോണ്ട് ഏറിപ്പോകും. അതങ്ങനെ ഒരു സാധനം. പിന്നെ ഫസ്മിനെ മുൻ ഭർത്താവിനെ കുറിച്ച് പറയണ്ടല്ലോ, അപരാധം ലല്ലു. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? എത്ര ഊക്കിയതാണല്ലേ നമ്മൾ ഇവനൊക്കെ. അതൊക്കെ ഒരു കാര്യം. ഇപ്പൊ അവളുടെ എക്സ് ലവർ തൊപ്പിയും എയറിലാണല്ലോ. അതിനെ കുറിച്ച് പറയാത്തതാണ് നല്ലത്. ഇതുപോലൊരു തീട്ടക്കേസ് വേറെ ഇല്ല. അപ്പുറവും ഇപ്പുറവും വാണം വിട്ട കഥ പറഞ്ഞ് നടക്കുന്ന ഒരു ടീം. അതൊക്കെ വീട്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഫസ്മിന് വീണ്ടും എയറിലായി എന്നുള്ളത്. അതെങ്ങനെയാണ് എയർ കയറി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഫസ്മിന് എവിടെയോ ഭക്ഷണം കഴിക്കാൻ പോകാൻ വേണ്ടി ഒരു ഓട്ടോ പിടിച്ചു. ആ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാണെങ്കിൽ ഇവർ പറഞ്ഞ ഫുഡ് സ്പോട്ട് അറിയത്തില്ല. അങ്ങനെ ഫസ്മിനെ പറഞ്ഞു സ്റ്റുഡിയോയുടെ അടുത്താണ് ഈ ഹോട്ടൽ എന്ന്. ആ ഓട്ടോ ചേട്ടനാണെങ്കിൽ അതും അറിയില്ല. അങ്ങനെ ഇതിനെ കുറിച്ച് പറഞ്ഞ് ഇവര് തമ്മിൽ അടിയായി. അതിനൊരു പോസ്റ്റിന് ഫസ്മിനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഫസ്മിനെ ഇട്ട ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. വണ്ടി ഓട്ടോ ഓടിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത് കേട്ടോ. വെള്ളം അടിച്ചിട്ട് ബാക്കിയുള്ളവർ ബാക്കി ഇരിക്കുന്ന ആർക്കും എന്തെങ്കിലും പറ്റി ഇയാൾ എന്ത് ചെയ്യും? ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. എന്റെ അറിവിൽ തൊടുപുഴ ഒറ്റ സുഡിയോ പണിതിട്ടുള്ളൂ. പിന്നെ ഇയാളുടെ ആരെങ്കിലും വകയിൽ പണിത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളം അടിക്കുന്നതിന് പ്രശ്നമില്ല, വെള്ളം അടിച്ച് വീട്ടിൽ പോയിരിക്കുക. വെള്ളം അടിച്ച് എന്തിനാണ് ഓട്ടോ ഓടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയും പ്രൗഡായിട്ടാണ് അയാൾ പറയുന്നത് വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് ആന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാൻ നിൽക്കുന്നത്. സ്റ്റിയറിംഗ് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് വീഴൂന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വണ്ടി പോകുന്ന തന്നെ വളഞ്ഞു. അപ്പൊ തന്നെ വണ്ടി നിർത്തുന്നു പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ പറയില്ല കയറുന്നു. ഞാൻ വണ്ടി കയറിയില്ലേ. അപ്പൊ തന്നെ ഈ വീഡിയോ എടുത്തു അവസാനിപ്പിച്ച് അവളുടെ നമ്പർ പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ പറ്റുവാണെങ്കിൽ MVD അല്ലെങ്കിൽ പോലീസ് കാണുവാണെങ്കിൽ അയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അയാൾ പറഞ്ഞ ഓരോ മുടന്ന് ഞാൻ ഇവിടെ ഓടിക്കുന്നില്ല. കേരള 38 പിന്നെ നിന്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഫസ്മിന് എന്തൊരു ശരിയാണെന്ന് അല്ലെ. ഓട്ടോ ഡ്രൈവർ കള്ളും കുടിച്ച് വെറുതെ ചൂടാവുന്നതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ സത്യം അങ്ങനെയല്ല. ആ ചേട്ടൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. കാണുമ്പോൾ ആ ഓട്ടോ ചേട്ടന് കുറച്ച് റഫ് ആയിട്ടുള്ള പെരുമാറ്റമായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ അയാളുടെ ഒരു ടോൺ എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആ മനുഷ്യന് സ്റ്റുഡിയോ ഒന്നും അറിയത്തില്ല. ആകെ അറിയാവുന്നത് ഫോട്ടോ സ്റ്റുഡിയോ ആണ്. അതുകൊണ്ടാണ് സ്റ്റുഡിയോയെ കുറിച്ച് ഫസ്മിനെ പറഞ്ഞപ്പോ കുറെ സ്റ്റുഡിയോ ഉണ്ടല്ലോ എന്ന് ചേട്ടൻ തിരിച്ചു മറുപടി പറഞ്ഞത്. ആ ചേട്ടൻ കരുതിയത് അവർ ഫോട്ടോ സ്റ്റുഡിയോയെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നാണ്. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ആ ഓട്ടോക്കാരന്റെ ഭാഗം യാത്രക്കാരൻ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഫസ്മിനെ ഭാഗം മാത്രമല്ലേ കേട്ടത്. നമുക്ക് ആ ഓട്ടോ ചേട്ടന്റെ ഭാഗം കൂടി കേൾക്കാം, എന്നിട്ട് നോക്കാം ആരാണ് ശരി ആരാണ് തെറ്റുന്നുള്ളത്. കേട്ടോക്കാം. നിങ്ങളല്ലേ കഴിഞ്ഞ സ്റ്റാൻഡിൽ ആ പിള്ളേരോടൊക്കെ എന്തോ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരാള്. ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഇത് ഓടിക്കാൻ നടക്കുമ്പോൾ ആൾക്കാർ എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഞാൻ എന്നാ ചെയ്യണേ? പിന്നെ എന്റെ വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടിയിൽ കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഒരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്ത് അറിയാമെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവർ ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. വൈകുന്നേരം 7 മണിയായി. ഒരു പറളങ്ങ് കൂടുതൽ വണ്ടി പോയില്ല. അതിപ്പുറം വണ്ടി ഇവിടെ നിർത്തുകയും ചെയ്തു. ഞാൻ ഈ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുവിടാറുണ്ട്. പ്ലാന്റേഷൻ കിടന്നാണ് ഞാൻ ഓടുന്നത്. അപ്പം ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല, ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഓട്ടോക്കാരന്റെ ടോണ് നാച്ചുറലി ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത്. അല്ലാതെ ഫസ്മിനെ പറഞ്ഞ പോലെ ആ ചേട്ടൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. ഇവിടെ ഫസ്മിനോട് എനിക്ക് പറയാനുള്ളത്, നിനക്ക് അയാളുടെ പെരുമാറ്റവും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ആ ചേട്ടന്റെ കഞ്ഞുകൂടി എന്തിനാണ് നീ മുട്ടിക്കാൻ നിൽക്കുന്നത്? നീ ഒറ്റൊരാൾ കാരണം ആ ചേട്ടൻ ഇന്നിപ്പോ ഓട്ടം കുറഞ്ഞിരിക്കുക. ആൾക്കാർ അയാൾ ഒരു കള്ളുകുടിയനായി കാണാനും തുടങ്ങി. അയാളുടെ കുടുംബം പോലും ഇതറിഞ്ഞു. അയാൾക്കുണ്ടായ നാണക്കേട് എത്രത്തോളമാണ് അല്ലേ. പക്ഷേ ഈ ഓട്ടോക്കാരന്റെ മകൻ ഭയങ്കര സപ്പോർട്ടാണ് അച്ഛന് നൽകുന്നത് കേട്ടോ. ഫസ്മിൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഈ ഓട്ടോക്കാരന്റെ മകൻ അതിനിടയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് വായിച്ചുതരാം. ഇത് എന്റെ അച്ഛനാണ്. അച്ഛൻ കഴിച്ചിട്ടുമില്ല. നിങ്ങൾക്കൊരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഫേമസ് ആവാനാണെങ്കിൽ ഓക്കെ, ബട്ട് അത് ഒരിക്കലും മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് ആകരുത്. കേട്ടല്ലോ ആ മകൻ പറയുന്നത്. എന്താണ് ആ ഫാമിലിയോട് ഫസ്മിനെ നിനക്ക് പറയാനുള്ളത്? ഒന്നും പറയാനുണ്ടാവില്ല നിനക്ക്. എന്തായാലും ഇപ്പൊ നിലവിൽ ഫസ്മിനെ ആ ഓട്ടോച്ചനെ കുറിച്ച് ചെയ്ത വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ആൾക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മൾ തൊട്ടുമുമ്പ് കാണിച്ച ആ ഓട്ടോച്ചേട്ടന്റെ പ്രതികരണ വീഡിയോ വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് പുള്ളിക്കാരി ആ സംഭവം ഡിലീറ്റ് ആക്കിയത്. അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയാണ് ഡിലീറ്റ് ആക്കിയത് സംഭവം. അവളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്താണെങ്കിൽ ഇപ്പൊ അവളുടെ അക്കൗണ്ടിൽ ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റൂല. പണി പാളിന്ന് തോന്നിയപ്പോൾ ആളെ നൈസായിട്ട് അങ്ങോട്ട് മുക്കി. അല്ലാണ്ട് വീഡിയോ ഡിലീറ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. തീർന്നില്ല, ബാക്കിയും കൂടി കുറച്ച് കാര്യങ്ങൾ ഓട്ടോച്ചേട്ടൻ പറയുന്നു. അതുപോലെ തന്നെ ഈ ഓട്ടോ ചേട്ടന്റെ അയൽവാസിയും കൂടി സംസാരിക്കുന്നുണ്ട്. നമ്മൾ കേട്ടോ. സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും റീൽസിന് വേണ്ടിയിട്ടും ഇത്തരം പോക്കരിത്തരം കാണിക്കുന്ന നിങ്ങളോടാണ് ഈ ഒരു ചോദ്യം.
ഈ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ 3 ചക്രമുള്ള വണ്ടിയായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത മനുഷ്യനാണിത്. അവരോട് ചോദിച്ചപ്പോൾ ആൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, സ്റ്റുഡിയോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ട സ്ഥലമല്ലേ മക്കളെ എന്നാ ചോദിച്ചതെന്ന്. അവര് പറഞ്ഞു സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്നാ നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല. ഭാവത്തിന് അറിയാൻ അറിയാൻ പാടില്ല. എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണേ? കുറച്ച് മനുഷ്യത്വം കാണിക്കണം, ഇത്രേ പറയാനുള്ളൂ. ഇവിടുത്തെ അയൽവാസി എന്ന നിലയിൽ ഈ ചേട്ടനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആ മനുഷ്യൻ മദ്യപിക്കോ, ആ മനുഷ്യൻ എന്താണെന്നുള്ളത്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവിടെ വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ വീഡിയോ കണ്ട് പുള്ളി മാനസികമായിട്ട് അങ്ങ് തളർന്നു പോയി. പിന്നെ പലരും ഓട്ടോ വിളിക്കാത്ത രീതിയിലൊക്കെ അങ്ങോട്ട് കണ്ടില്ലേ, ഒരു ചെറിയ വീഡിയോ ഒരാളുടെ ജീവിതത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. അയൽവാസികളോ വീട്ടുകാരോ ആരും ആ ചേട്ടൻ ഇന്നേ വരെ കള്ളും കുടിച്ച് അലമ്പുണ്ടാക്കിയതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. എന്തിന് ഫസ്ബിനൊക്കെ പോലും ഉറപ്പില്ല ഈ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. ആ ചേട്ടന്റെ ടോൺ കേട്ടപ്പോൾ അവൾ വെറുതെ അങ്ങ് ഉറപ്പിച്ചതാണ് ആ ചേട്ടൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. ആ ചേട്ടന്റെ ഓട്ടോന്റെ നമ്പർ പ്ലേറ്റ് അടക്കം വീഡിയോ എടുത്തിട്ടുണ്ട് ഫസ്ബിന. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്? എന്തായാലും ഇതിനെല്ലാം മറുപടി ആയിട്ട് ആ ചേട്ടൻ താൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ 1 ലക്ഷം രൂപ അങ്ങോട്ട് തരാമെന്നൊക്കെ ഫസ്ബിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ആന്ന് കണ്ടോക്കാം. 8912 ഈ വണ്ടി നമ്പർ സഹിതം വെച്ചാണ് ഒരു വീഡിയോ എടുത്തിട്ടേക്കുന്നത്. എന്തിനാ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്? ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്നാ ചേട്ടൻ പറഞ്ഞു. കൊടുക്കാം. അതാണ് ഈ മനുഷ്യൻ പറഞ്ഞ ഉറപ്പ്. ഒരു തുള്ളി പോലും മദ്യപിക്കാത്ത മനുഷ്യനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചതിന് ഡിഫേമേഷനെതിരെ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യണം. നിയമപരമായിട്ട് നിങ്ങൾ ഇതിന് മുന്നോട്ട് പോകണം. അതെനിക്ക് പറയാനുള്ളൂ. നിയമപരമായിട്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോയാലും ഈ മനുഷ്യന് നീതി കിട്ടുന്ന രീതിയിലേക്കായിരിക്കണം ഇത് ഇനി നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പാഠമായിട്ടിരിക്കട്ടെ. ഓക്കെ, ഇതിൽ പറഞ്ഞ പോലെ ഈ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ലൊരു തീരുമാനം തന്നെ. ആ ഫസ്ബിനേക്ക് ഇതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടട്ടെ. ഇതിനൊക്കെ ഡിഫമേഷൻ ഫയൽ ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ചേട്ടൻ ദീപകിനെ പോലെ ഇപ്പോൾ ജീവിതം അവസാനിപ്പിച്ചെങ്കിലോ? ദീപകിന് എല്ലാവർക്കും ഓർമ്മയില്ല. സിംജിത എന്ന് പറയുന്ന പെണ്ണ് ദീപക് തന്നെ ബസ്സിൽ വെച്ച് അനാവശ്യമായി സ്പർശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ആ പാവം ദീപക് അതിന്റെ അപമാന ഭാരം താങ്ങാൻ വയ്യാതെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു, ജീവൻ ഒടുക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം സിംജിത് ആണെങ്കിലോ കുറച്ചു കാലം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി ഇപ്പൊ റീൽസും ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ലീഗൽ സിസ്റ്റം. അപമാനം സഹിച്ചവൻ ഒരു നീതിയും കിട്ടാൻ പോണില്ല. ഇവിടെ സിംജിത കേസ് പോലെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ ഫസ്ബിനെ കേസും അല്ലേ. ഒരാളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കി അയാളുടെ നാട്ടിലുള്ള ഫുൾ റെസ്പെക്റ്റും ഇല്ലാതാക്കുകയാണ് ഇവിടെ ഫസ്ബിനെ ചെയ്തിട്ടുള്ളത്. ഈ ചേട്ടന്റെ കള്ളുകൂടൻ എന്ന് ചിത്രീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കുടുംബത്തിൽ ഉണ്ടാകുന്ന അപമാന ഭാരം എത്രത്തോളമായിരിക്കും? ഇപ്പോഴത്തെ മനുഷ്യന്റെ കാര്യമാണ്. ആ ചേട്ടൻ സ്ട്രോങ് ആയതുകൊണ്ട് ലീഗലി മൂവ് ചെയ്തു. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ഇവിടെ ഇപ്പൊ ഫസ്ബിനെ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി ഭാവിയിൽ ഇതേപോലെ ആർക്കെങ്കിലും ഓട്ടോയിൽ വെച്ചൊരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതാരെങ്കിലും പബ്ലിക്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുമ്പ് സിംജിത്തിന്റെ കേസിൽ സംഭവിച്ച പോലെയൊക്കെ തന്നെ സിംജിത കാരണം ദീപക് ജീവൻ ഒടുക്കിയതിനു ശേഷം പിന്നീട് ബസ്സിൽ വെച്ചോ ട്രെയിനിൽ വെച്ചോ ഏതൊരു പെണ്ണും മോശം അനുഭവം ഷെയർ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആളുകൾ വിശ്വസിക്കാത്ത അവസ്ഥ വന്നു. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഫസ്ബിനെ കാരണവും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള റെന ഫാത്തിമ തനിക്ക് ഓട്ടോയിൽ വെച്ചിട്ടുള്ള ഒരു അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി. അപ്പൊ അയാളടുത്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം അയാൾ വേണമെങ്കിൽ എന്നെ കൊല്ലാൻ വരെ കൊട്ടേഷൻ കൊടുക്കും. അത്രയും ബുദ്ധിയില്ലാത്ത ടീംസാണ്. ഈ ആള് എന്റെ അടുത്ത് 352 ഉറുപ്പ്യക്ക് ആണ് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് കിട്ടിയത്. ഇപ്പൊ അയാൾ എന്നെ ചോദിക്കുന്ന 650 ഉറുപ്പ്യാണ്. എന്നിട്ട് ഇയാളാണ് ട്രിപ്പാണ് ക്യാൻസലും ചെയ്തത്. നോ ഐ മേക്ക്. ജൂലൈ 10 ബുധനാഴ്ച ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ടൈമായിരുന്നു അത്. എനിക്കാണ് അടുത്ത ദിവസം തന്നെ കോഴിക്കോട് എത്തിയിട്ട് അവിടുന്ന് കൊച്ചി പോയിട്ട് അവിടുന്ന് മലേഷ്യ പോകാനുള്ളതായിരുന്നു. ഞാൻ ഫസ്റ്റ് പോവാന്ന് പറഞ്ഞത് മെജസ്റ്റിക്കിലേക്കായിരുന്നു. അപ്പൊ ഇയാള് പറഞ്ഞ് എന്നാ 500 ഉറുപ്പ്യ തരണം എന്നൊക്കെ. 250 ഉറുപ്പ്യായിരുന്നു ഞാൻ ബുക്ക് ചെയ്ത പൈസ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ 500 ഉറുപ്പ്യൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ 500 ഉറുപ്പ്യ തരണമെന്ന് പറഞ്ഞിട്ട് അയാളും ഉണ്ടാകുന്ന ഞാനും ഉണ്ടാകുന്നു. ഞാൻ ഒരിക്കലും തരാന്ന് അഗ്രി ചെയ്തിട്ടില്ല. ഞാൻ പ്ലാൻ മാറ്റി ഹാഫ് വേ വെച്ചിട്ട് എനിക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്നായി. കാരണം ഞാൻ ഒരു സാധനം വീട്ടിൽ വെച്ച് മറന്നിട്ടുണ്ടായിരുന്നു. അത് ആലിബ് കൊണ്ട് തരാന്ന് പറഞ്ഞു അങ്ങോട്ട്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ് സാറ്റലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രശ്നം വേണ്ട വെച്ചിട്ട് റാപ്പിഡോയിലും ലൊക്കേഷൻ മാറ്റിയപ്പോ എനിക്ക് ഫോണിൽ കാണിച്ച പൈസ 382 ഉറുപ്പ്യ പോയിന്റ് എത്രയോ പൈസ. എനിക്കാണെങ്കിൽ ബസ് വരുന്ന തിരക്കൊണ്ട് ആലിബാണ് സാധനം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഇതുവരായിട്ട് എത്തിയിട്ടില്ല. ഒരുമാതിരി തലപ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ഇയാൾ പറയുന്ന 650 ഉറുപ്പ്യ തന്നത്. ഞാൻ പറഞ്ഞ 650 ഉറുപ്പ്യ തരാൻ പറ്റൂല, ഫോണിൽ കാണിച്ച പൈസ ഞാൻ തരാം, വേണമെങ്കിൽ ഒരു 20 ഉറുപ്പ്യ കൂട്ടി തരാന്ന് പറഞ്ഞു. 400 ഉറുപ്പ്യ റൗണ്ട് ആക്കിയിട്ട്. അപ്പൊ ഇയാൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു കുത്തിരിപ്പ്, ഇല്ല പറ്റൂല, എനിക്ക് എന്റെ ഫുൾ പൈസ വേണം. ഞാൻ കുറെ ഇംഗ്ലീഷിൽ പറഞ്ഞു, കാരണം അയാൾക്ക് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഒരു പേടി വരുന്നുണ്ട്. കുറെ അമ്മാമാർ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാളറ്റം വന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ കൊടുക്കണ്ട പറഞ്ഞ് കയ്യോ പോയി. ബാക്കി ഒരു ഒറ്റ മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനും അയാളും റോഡിന്റെ നടുവിൽ ഇങ്ങനെ സൗണ്ട് ഇട്ട് സംസാരിക്കും. എനിക്കാണെങ്കിൽ ഇയാൾ ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് പേടിയാകുക. അപ്പൊ അയാളടുത്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം അയാൾ വേണമെങ്കിൽ എന്നെ കൊല്ലാൻ വരെ കൊട്ടേഷൻ കൊടുക്കും. അത്രയും ബുദ്ധിയില്ലാത്ത ടീംസാണ്. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെഴുതിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ഇന്നിപ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഞാൻ കൊടുത്തെന്ന് വിചാരിക്ക്, നാളെ ഇതേ ഒരു സംഭവം ഓരോ പെൺകുട്ടിന്റെ അടുത്തോ ആൺകുട്ടിന്റെ അടുത്തോ ചെയ്യാതെ ഓരോരുത്തർ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഓരെന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഈ ഓട്ടോക്കാരൻ എന്റെ അടുത്ത് സ്റ്റബണായി നിന്ന് ഈ ഫൈറ്റ് കണ്ടിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല പറഞ്ഞല്ലോ. പക്ഷെ ഒരു കന്നഡിക ഗൈ വന്ന് ഒരു 22-23 വയസ്സെങ്ങാനോളം ഉണ്ടാവുക, യൂത്ത് ഗൈ ആണ്. ഇവര് കന്നഡയിൽ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഇവനുണ്ട് അയാൾക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഓടിപ്പോകുന്നു.
എനിക്കൊന്നും മനസ്സിലായില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പോകുന്ന വായിക്കുന്നോ പറഞ്ഞ് സിസ്റ്റർ സ്റ്റേ അവേ ഫ്രം ഹിം, ബി സേഫ് എന്ന്. ഞാനാണ് കുറെ വേണേ ബാക്കിൽ നിന്ന് വിളിച്ചു. എന്റെ കയ്യിലാണെ വലിയൊരു പെട്ടിയുണ്ട്, എന്റെ ഒരു സൈഡ് ബാഗും ഉണ്ട്. ഞാനാണ് പറ്റുന്ന രീതിയിൽ വേണ്ട പിന്നാലെ പോയി, പക്ഷെ അവനെ കിട്ടിയില്ല. എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് ആ പൈസ തിരിച്ചു കൊടുക്കാനുണ്ട്. എന്നിട്ട് ഇയാളാണ് ആ പൈസയും വാങ്ങിട്ട് പോയി. പോകുന്നതിന് മുന്നേ എന്നെ ഇങ്ങനെ അടി മുതൽ തല മുതൽ കാല് വരെ ഇങ്ങനെ ഫുൾ സ്കാൻ ചെയ്ത് ഒരു കണ്ണുർത്തി നോക്കിയിട്ടുണ്ട് പോയി. കാര്യം ഇത് സത്യം പറഞ്ഞാൽ ആ പേടിണ്ടായി. പിന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആരും വരുന്നുണ്ടോ, കത്തി ആരും കുത്തുന്നുണ്ടോ എന്നൊക്കെയായിരുന്നു പേടി. താങ്ക് ഗുഡ്നസ് ഞാൻ റാപ്പിഡോ ചൂസ് ചെയ്തത്. കൈവറിന്റെ അഗേൻസ്റ്റ് വേണ്ടി ആക്ഷൻസ് എടുത്തൊന്നും പറഞ്ഞ് അതുകൊണ്ട് തന്നെ എനിക്ക് ഹാപ്പിയായി. പോലൊന്നും വന്നിട്ട് എനിക്ക് കിട്ടിയാലേ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞ് വമ്പത്തിൽ അടിക്കുന്നവർക്ക് ദയവ് ചെയ്ത് പൈസ കൊടുക്കാൻ നിൽക്കാം. സത്യം പറഞ്ഞാൽ ഫസ്ബിന്റെ വീഡിയോ കണ്ടതിന് ശേഷം റെനയുടെ ഈ വീഡിയോ കാണുമ്പോൾ ഉള്ളിലൊരു ഡൗട്ടാണ്, ഇനി ഇതിനും ഒരു മറുവശം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വരികയാണ്. റെന ഇപ്പോൾ തന്നെ റാപ്പിഡോയിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമുക്ക് വിശ്വസിക്കാം. അതുപോലെ കമന്റിലും കുറെ പേര് പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ കുറെ പേര് ഓട്ടോയിൽ ഇതേ കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൽ 2-3 കമന്റുകൾ വായിച്ചുതരാം. സിമിലർ തിങ്സ് ഹാപ്പൻ ടു മീ ആൻഡ് മൈ കസിൻ ഇൻ ബാംഗ്ലൂർ. ഇറ്റ് ബിക്കം ഹ്യൂജ് ഫൈറ്റ്. വൺ സ്കൂൾ ഗേൾ ഹെൽപ്ഡ് us because we didn't know the language. I got the same experience in Bangalore. I experienced it. I am also a student studying in Bangalore. I experienced many things like this. I am actually thankful for you for confessing your experience in this platform because everyone should know about it. I was very sad that no one knew about these things. I couldn't do anything about it then. Well said, bro. ഇങ്ങനത്തെ കുറച്ച് കമന്റുകളൊക്കെ കാണാം. ഇതിന്റെ കൂട്ടത്തിൽ റീച്ചിന് വേണ്ടിയാണ് റെന ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് കമന്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം ഈ ഫസ്ബിനെ പോലുള്ളവരൊക്കെ തന്നെയാണ്. ഈ ഫസ്ബിനെ പോലുള്ള ആളുകളൊക്കെ റീച്ചിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവരും കൂടിയാണ്. ഇനിയിപ്പോ ആരും ഓട്ടോയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പോലും ഒരു സംശയക്കണ്ണോട് കൂടിയേ മാത്രമേ നമ്മൾ അവരെ നോക്കി കാണുകയുള്ളൂ. എന്തൊരു അവസ്ഥയാണല്ലേ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.